ഓക്കെ, നമുക്കിനി അറിയേണ്ടത് ഡിഫറെന്റ് ഇന്റഗ്രേഷൻ ടെക്നിക്സുകളെ പറ്റിയാണ്. അതായത് ബേസിക്കലി സപ്പോസ് എൻ്റെ ഒരു ഇന്റഗ്രൽ ഉണ്ട്, ഇന്റഗ്രൽ എക്സ് ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 2 dx, ഇതുപോലൊരു ഇന്റഗ്രൽ. എനിക്കറിയേണ്ടത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ടെക്നിക്സ്. ഇതാണ് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും എക്സാമ്പിൾസ് ചെയ്യാൻ പോകുന്നതും. നമ്മൾ ഓൾറെഡി എന്താണ് ഇന്റഗ്രേഷൻ എന്നും എന്താണ് ഇതിന്റെ ജോമെട്രിക്കൽ മീനിങ് എന്നും റൈറ്റ്, എസെൻഷ്യലി ഇന്റഗ്രേഷന്റെ ആ ഒരു ഐഡിയ എന്താണെന്നും നമ്മൾ വളരെ നന്നായിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 25 മിനിറ്റ്സ് ഉള്ള വീഡിയോ ആണ്. കാണാത്തവർ ജസ്റ്റ് എന്താണ് ഇന്റഗ്രേഷൻ എന്ന് മനസ്സിലാക്കാൻ ആ വീഡിയോ കാണുക. ഇതിനകത്ത് നമ്മൾ സംസാരിക്കുന്നത് കംപ്ലീറ്റ്ലി ഇന്റഗ്രേഷൻ ടെക്നിക്സുകളെ പറ്റിയാണ്. സോ ഞാൻ അതിനകത്തുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അതിനകത്ത് പറയാൻ പോകുന്നില്ല. എന്നാലും ബേസിക്കലി ഇന്റഗ്രേഷൻ ടെക്നിക്സ് പറയാനായിട്ട് ചില കാര്യങ്ങൾ വേണ്ടി വരും. സോ അത് മാത്രം ഞാനിവിടെ പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒരു തരത്തില് റിവേഴ്സ് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അതായത് ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ആണ്. അതായത് സപ്പോസ് എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ്, റൈറ്റ്. സപ്പോസ് ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫംഗ്ഷനാണ് ജി ഓഫ് എക്സ് എങ്കിൽ, അതായത് എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ജി ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇംപ്ലൈസ് ജി ഓഫ് എക്സിന്റെ ഇന്റഗ്രൽ ആണ് എഫ് ഓഫ് എക്സ്, അതായത് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് ആണ് എഫ് ഓഫ് എക്സ്. അതായത് ഒരു തരത്തില് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും റിവേഴ്സ് ഓപ്പറേഷൻസ് ആണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ആണ്. എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഞാൻ ആ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ആ ഇന്റഗ്രേറ്റ് ചെയ്ത എഫക്റ്റിനെ ഇല്ലാതാക്കാൻ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അതാണ് ബേസിക്കലി ഞാൻ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, റിവേഴ്സ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, റൈറ്റ്. നമുക്ക് ഓൾറെഡി നമുക്കറിയാം. ഓക്കെ, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് റൈറ്റ് കോസ് എക്സ്, റൈറ്റ്. ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും റിവേഴ്സ് ഓപ്പറേഷൻസ് ആണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാണ്? എനിക്ക് പറയാം ദാറ്റ് ഇംപ്ലൈസ് ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. ഇതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് എലമെന്ററി ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ എനിക്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് കേസസ് നോക്കാം. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ഡി ബൈ ഡി എക്സ് ഓഫ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, എങ്കിൽ എനിക്ക് ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് പറയാം ദാറ്റ് ഇംപ്ലൈസ് ഇന്റഗ്രൽ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു കോസ് എക്സ്, അല്ല എന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്, റൈറ്റ്. സിമിലർലി എനിക്ക് പറയാം ഓക്കെ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തുവായിരുന്നു? ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക് സ്ക്വയർ എക്സ് എന്ന് വെച്ചാൽ എനിക്ക് പറയാം ദാറ്റ് ഇംപ്ലൈസ് ഇന്റഗ്രൽ sec square x dx equal to tan x. Similarly, എനിക്ക് പറയാം d by dx of log x, അതായത് log x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1 by x ആണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇന്റഗ്രൽ 1 by x dx എന്ന് പറഞ്ഞാൽ ബേസിക്കലി log x, റൈറ്റ്. ഓക്കെ, സിമിലർലി നമ്മൾ ആക്ച്വലി നമ്മുടെ ഡിഫറൻസിയേഷന്റെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സിനെ പറ്റി നമ്മൾ പറഞ്ഞില്ല, എങ്കിലും പലർക്കും അറിയാവുന്ന റിസൾട്ട്സ് ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഓക്കെ, സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്, റൈറ്റ്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by root 1 minus x square ആണ്. എങ്കിൽ എനിക്ക് പറയാം ദാറ്റ് ഇംപ്ലൈസ് ഇന്റഗ്രൽ 1 by root 1 minus x square dx ഞാൻ ഇവിടെ എഴുതിയാലും മതി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇൻട്രസ്റ്റിംഗ് റിസൾട്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാം ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്. കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നെഗറ്റീവ് സൈൻ്റെ വ്യത്യാസമേ ഉള്ളൂ, അതായത് -1 by root 1 minus x square, റൈറ്റ്. എങ്കിൽ എനിക്ക് പറയാം ദാറ്റ് ഇംപ്ലൈസ് ഇന്റഗ്രൽ ഓഫ് -1 by root 1 minus x square dx ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. അല്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു മൈനസ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എഴുതാം മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അതായത് ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷന്റെ റിവേഴ്സ് ഓപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓപ്പറേഷൻ ആണ്. ഈ ഐഡിയ വെച്ച് തന്നെ എനിക്ക് ഓൾറെഡി കുറച്ച് ഫംഗ്ഷന്റെ ഇന്റഗ്രൽസ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ആക്ച്വലി ലാസ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്ന റിസൾട്ടിനെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഇംപ്ലൈസ്, നോക്കുക ലാസ്റ്റ് ഞാൻ എഴുതിയ ഈ രണ്ട് റിസൾട്ട്, അതായത് ഇത് രണ്ടാം. ഓക്കെ, ഈ രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് സൈഡ് എക്സാക്ട്ലി സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 1 minus x square ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അതുപോലെ തന്നെ ഇത് മൈനസ് കോസ് ഇൻവേഴ്സ് എക്സും ആണ്. അതായത് എനിക്ക് മനസ്സിലായി
ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷന്റെ ഇൻവേഴ്സ് ഓപ്പറേഷൻ ആണ്. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ച് തന്നെ എനിക്ക് ഒരുപാട് ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ എനിക്ക് ബേസിക്കലി എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ എങ്ങനെ തിങ്ക് ചെയ്താൽ മതി, അതായത് എനിക്കൊരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻ ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണെന്ന് ആലോചിച്ചാൽ മതി. അതായത് എനിക്ക് സൈൻ എക്സിന്റെ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സൈൻ ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുമോ എന്ന് ഞാൻ ഗസ് ചെയ്താൽ മതി. എനിക്ക് അങ്ങനെ ഗസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പറയാം ഓക്കെ ആ ഫംഗ്ഷൻ ആണ് ആക്ച്വലി സൈൻ്റെ ഇന്റഗ്രൽ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് എനിക്ക് ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്യേണ്ടത് ഓക്കെ സീക് സ്ക്വയർ എക്സ് ഏതെങ്കിലും ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുമോ? നമുക്ക് മനസ്സിലാവും ഓക്കെ ടാനിന്റെ ഡെറിവേറ്റീവ് ബേസിക്കലി സീക് സ്ക്വയർ എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ടാൻ എക്സ് ആണ്. റൈറ്റ്, ഇനി നമുക്കിവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാം. ഓക്കെ, ഞാനിപ്പോ പറയുവാണ്, സപ്പോസ് എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ്, റൈറ്റ്, ആൻഡ് ഈ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ജി ഓഫ് എക്സ്. എങ്കിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അനുസരിച്ച് ദിസ് ഇംപ്ലൈസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്, അതായത് ജി ഓഫ് എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്, നോ ഡൗട്ട്. ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം, സപ്പോസ് എന്റെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് എക്സ് പ്ലസ് 3 ആയിരുന്നു എന്ന് വെച്ചോ. അതായത് ഞാനിവിടെ ഒരു പ്ലസ് 3 ഇട്ട് കൊടുക്കുവാണ്, റൈറ്റ്. അപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണെങ്കിലും എഫ് ഓഫ് എക്സ് പ്ലസ് 3 ആണെങ്കിലും അതിന്റെ ഡെറിവേറ്റീവ് ജി ഓഫ് എക്സ് തന്നെയാണ്. കാരണം എന്തോ, ബിക്കോസ് ഈ ഡെറിവേറ്റീവ് അകത്തോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഞാൻ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ആയിരിക്കും എഴുതുന്നത്, ദിസ് ഇംപ്ലൈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 3. ഓക്കെ, ആൻഡ് നമുക്കറിയാം 3 ഒരു കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. ഓക്കെ, അതായത് ഞാൻ ഇവിടെ ഈ 3 ഇട്ടാലും ഇല്ലെങ്കിലും ഈ സാധനത്തിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് ആണ്. അതായത് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തന്നെ ആവണമെന്നില്ല. അത് വേണമെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് 3 ആവാം, ആൻഡ് ഈ നമ്പർ ഇപ്പോൾ 4 ആണെങ്കിൽ അത് എഫ് ഓഫ് എക്സ് പ്ലസ് 4 ആവാം. ഇൻ ജനറൽ ഈ നമ്പർ സം സി ആണെങ്കിൽ അത് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആവാം. അതായത് ഞാൻ എപ്പോഴും ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആൻസർ ഞാൻ അതുപോലെ എഴുതരുത്, അതിന്റെ കൂടെ എനിക്കൊരു പ്ലസ് സം നമ്പർ കൂടെ എനിക്ക് ആഡ് ചെയ്യാം. ഇൻ ജനറൽ ആ നമ്പർ ഏത് വേണമെങ്കിലും ആവാം. സോ ഞാൻ ആ നമ്പറിന് വരം സി എന്ന് കൊടുക്കുക. സോ അതാണ് നമ്മുടെ കംപ്ലീറ്റ് ആൻസർ. അതായത് നമ്മൾ മുമ്പ് എഴുതിയ എല്ലാ കേസുകളിലും, റൈറ്റ്, നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ കേസ് ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ്, സൈൻ എക്സ് ആണ്, പക്ഷെ കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ സൈൻ എക്സ് പ്ലസ് സി എന്നാണ് എഴുതാൻ. ഇവിടെ സൈൻ എക്സ് ഡി എക്സ്, ഇതിന്റെ ആൻസർ മൈനസ് കോസ് എക്സ് ആണ്, കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഇവിടെ പ്ലസ് സി. സിമിലർലി ഇവിടെയും പ്ലസ് സി, റൈറ്റ്. ഇന്റഗ്രൽ 1/x ഡി എക്സ് ലോഗ് എക്സ് ആണ്, പ്ലസ് സി. അതുപോലെ തന്നെ ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെയും പ്ലസ് സി പ്ലസ് സി. എപ്പോഴും മനസ്സിലാക്കേണ്ട, ഞാനൊരു ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു പ്ലസ് സി കൂടെ എഴുതുക, അതാണ് എന്റെ കംപ്ലീറ്റ് ആൻസർ. ഓക്കെ, എങ്കിൽ എനിക്ക് ഇനി അറിയേണ്ടത് എന്താണ് ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ്. ഓക്കെ, റൈറ്റ്. എനിക്ക് ആകപ്പാടെ ഇതുവരെ ഒരേ ഒരു ടെക്നിക്ക് മാത്രമേ അറിയാവൂ. എനിക്കൊരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഗസ് ചെയ്യുക എങ്ങനെ, എനിക്ക് ഈ ഫംഗ്ഷൻ കിട്ടാൻ ഞാൻ ഏത് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എനിക്ക് അറിയേണ്ടത് എനിക്ക് എക്സ് റൈസ് ടു എൻ ആൻസർ ആയിട്ട് കിട്ടണം. അതിന് ഏത് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്ന് ആലോചിക്കേണ്ടത്. എപ്പോഴും മനസ്സിലാക്കേണ്ടത് എ വേരിയബിൾ, അതായത് എക്സ് റൈസ് ടു സം നമ്പർ, എനിക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആൻസർ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ബേസിക്കലി എക്സ് റൈസ് ടു സം നമ്പർ അതുപോലത്തെ ഫംഗ്ഷനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് നമുക്ക് ഓൾറെഡി ഒരു ഫോമുല അറിയാം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്, റൈറ്റ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, റൈറ്റ്. അതായത് എനിക്ക് വേരിയബിൾ റൈസ് ടു എൻ നമ്പർ, അതായത് എക്സ് റൈസ് ടു എൻ നമ്പർ, എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ബേസിക്കലി എക്സ് റൈസ് ടു എൻ, അതായത് ആ വേരിയബിൾ റൈസ് ടു എൻ നമ്പർ അതുപോലത്തെ ഫംഗ്ഷൻസിനെ വേണം ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു സം നമ്പർ അതുപോലത്തെ സാധനം തന്നെ ആയിരിക്കും. ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ എക്സ് റൈസ് ടു എന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പവർ ഒന്ന് കുറയും. ഓക്കെ, റൈറ്റ്. അതായത് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പവർ 1 വെച്ച് കുറയും. ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇനി കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ്. അതായത് എനിക്ക് അറിയേണ്ടത് ഏത് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് എനിക്ക് ആൻസർ എക്സ് റൈസ് ടു എൻ കിട്ടുന്നതെന്ന്. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പവർ 1 വെച്ച് കുറയും. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എക്സ് റൈസ് ടു എൻ കിട്ടണമെങ്കിൽ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് എക്സ് റൈസ് ടു എൻ പ്ലസ് 1 അങ്ങനത്തെ ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, അതായത് സപ്പോസ് ഇപ്പൊ ഇതിന്റെ ആൻസർ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ആണ്. ഓക്കെ, റൈറ്റ്. നമുക്ക് ഇതാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് എക്സ് റൈസ് ടു എൻ പ്ലസ് 1ന് ജസ്റ്റ് ഫോർ ഫൺ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ പ്ലസ് 1. ഓക്കെ, എനിക്ക് കിട്ടാൻ പോകുന്നത് എന്തുമായിരിക്കും, എൻ പ്ലസ് 1 എക്സ് റൈസ് ടു എൻ പ്ലസ് 1 മൈനസ് 1, അതായത് എൻ പ്ലസ് 1 എക്സ് റൈസ് ടു എൻ. അതായത് ഇവിടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഞാൻ
ഈ സാധനത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ആൻസർ എക്സ് റൈസ് ടു എൻ എന്ന് വരുമെന്നാണ്. പക്ഷെ അതിന്റെ കൂടെ ഒരു n+1 കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, എനിക്ക് n+1 ഇല്ലാതെ എക്സ് റൈസ് ടു എൻ എന്ന് മാത്രമാണ് ആൻസർ വേണ്ടതെങ്കിൽ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് എന്തിനായിരിക്കണം? ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ഈ ക്വാണ്ടിറ്റി ആയിരിക്കണം. അതായത് d/dx ഓഫ് എക്സ് റൈസ് ടു n+1/n+1. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് എന്തായാലും അറിയാം ദിസ് ഇംപ്ലൈസ് 1/n+1 പുറത്തു പോകും. ബാക്കി എക്സ് റൈസ് ടു n+1ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n+1 എക്സ് റൈസ് ടു n+1 -1. സോ എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി, ഈ സാധനം കട്ട് ചെയ്ത് പോകും. സോ എന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു n. റൈറ്റ്. അതായത് എനിക്ക് മനസ്സിലായി ഞാൻ എക്സ് റൈസ് ടു n+1/n+1 ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ് എന്റെ ആൻസർ എക്സ് റൈസ് ടു n എന്ന് വരുന്നത്. സോ എനിക്ക് മനസ്സിലായി എക്സ് റൈസ് ടു n-ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു n+1/n+1 ആണ്. ഓക്കെ. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എപ്പോഴും നമ്മുടെ ആൻസറിന്റെ കൂടെ ഞാനൊരു സിയും കൂടെ ഇടണം. ഓക്കെ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഗെസ്സിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്റഗ്രൽ എക്സ് റൈസ് ടു n dxന്റെ ഇന്റഗ്രൽ ഞാൻ ഗസ് ചെയ്തു. ഓക്കെ. അപ്പൊ ചോദിക്കാം, നമ്മൾ എപ്പോഴും ഗെസ്സിംഗ് ആണോ ചെയ്യാൻ പോകുന്നത്? അല്ല, നമുക്ക് ഗെസ്സിംഗ് കൊണ്ട് ഒരിക്കലും മുന്നോട്ട് ഒരുപാട് പോകാൻ പറ്റില്ല. നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യും. പക്ഷേ ഇതെല്ലാം ഫണ്ടമെന്റൽ ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്. ഈ റിസൾട്ട്സ് എന്തായാലും എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഓർത്തിരിക്കേണ്ടി വരും. എങ്കിൽ നമുക്ക് വേറൊരു കേസ് ആലോചിച്ച് നോക്കാം. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, അതായത് നമ്മൾ പല ഫംഗ്ഷൻസിന്റെയും ഇന്റഗ്രൽ നമ്മൾ മുമ്പ് കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ്? ഇത് ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണെന്ന് നോക്കിയിട്ടാണ്. ആൻഡ് എനിക്ക് ഓൾറെഡി അറിയാം സൈൻ എക്സിന്റെ ഇന്റഗ്രൽ ഞാൻ അതുപോലെ കാൽക്കുലേറ്റ് ചെയ്തു, കോസ് എക്സിന്റെ ഇന്റഗ്രൽ ഞാൻ അതുപോലെ കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ ടാൻ എക്സിന്റെ ഇന്റഗ്രൽ അതുപോലെ കാൽക്കുലേറ്റ് ചെയ്തോ? നമുക്ക് ജസ്റ്റ് ആലോചിച്ച് നോക്കാം. ഓക്കെ, റൈറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ടെക്നിക്ക് അനുസരിച്ച് ഇന്റഗ്രൽ ടാൻ എക്സ് dx ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ എസെൻഷ്യലി എങ്ങനെയായിരിക്കും തിങ്ക് ചെയ്യുന്നത്? ഓക്കെ, എൻ്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ടാൻ എക്സ് വരുമോ എന്നാണ് നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനാണ് ടാൻ എക്സിന്റെ ഇന്റഗ്രൽ. ഓക്കെ, നമുക്കറിയാവുന്ന ഏതെങ്കിലും ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണോ ടാൻ എക്സ്? ആക്ച്വലി അല്ല. നമുക്കറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിന്റെയും ഡെറിവേറ്റീവ് അല്ല ടാൻ എക്സ്. അപ്പൊ ചോദിക്കാം, ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഒന്ന്, അവിടെ ഒരു കാര്യം ആലോചിക്കുക, d/dx ഓഫ് ടാൻ എക്സ് ആണ് സീക് സ്ക്വയർ എക്സ്. റൈറ്റ്. ഈ ഇക്വേഷൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് dx ആണ് ടാൻ എക്സ് എന്ന. റൈറ്റ്. അതായത് ഈ റിസൾട്ട് ബേസിക്കലി പറയുന്നത് ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് dx ടാൻ എക്സ് ആണെന്ന്. അല്ലാതെ ഈ റിസൾട്ട് ഒരിക്കലും എന്താണ് ഇന്റഗ്രൽ ടാൻ എക്സ് എന്നല്ല പറയുന്നത്. റൈറ്റ്. അതായത് നമുക്കറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിന്റെയും ഡെറിവേറ്റീവ് അല്ല ടാൻ എക്സ്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഗെസ്സിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ടാൻ എക്സിന്റെ ഇന്റഗ്രൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ കുറച്ചും കൂടെ ക്ലവർ ആയിട്ട് തിങ്ക് ചെയ്യണം. ഓക്കെ, റൈറ്റ്. അപ്പൊ ഞാനിപ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് രണ്ടുണ്ട് അഡ്വാൻറ്റേജ്. ഒന്ന്, എനിക്ക് ടാൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണെന്ന് എനിക്ക് കിട്ടും. രണ്ട്, ഈ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ് എത്രത്തോളം ട്രിക്കി ആണെന്ന് എനിക്ക് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഈക്വൽ ടു ഇന്റഗ്രൽ എനിക്കിതിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് dx എന്ന് എഴുതാം. റൈറ്റ്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഞാൻ ഇതിനകത്ത് ഒരു ചെറിയൊരു ട്രിക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഞാൻ ഈ താഴെ കിടക്കുന്ന ഈ കോസ് എക്സിന്, അതായത് ഈ കോസ് എക്സിനെ ഞാൻ യു എന്ന് വിളിക്കാൻ പോവുക. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് വിളിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, ഇതൊന്നും ഇപ്പൊ നമുക്ക് അറിയേണ്ട കാര്യമില്ല. ജസ്റ്റ് നോക്കുക, ഇത് ഞാൻ ഈ ചെയ്യുന്നതെല്ലാം മാത്തമാറ്റിക്കലി കൺസിസ്റ്റന്റ് ആണോ എന്ന് നോക്കുക. സോ ഫൈനലി നമുക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാനിത് എങ്ങനെയാ തിങ്ക് ചെയ്തതൊക്കെ നമുക്ക് ഒരിക്കൽ കൂടെ സംസാരിക്കാം. റൈറ്റ്. അപ്പോൾ cos x is equal to u എങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഞാൻ ഈ cos x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ cos x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? മൈനസ് സൈൻ എക്സ്. സോ എനിക്ക് എഴുതാം സൈൻ എക്സ് ഈക്വൽ ടു du/dx, അല്ലെങ്കിൽ എനിക്ക് എഴുതാം ദിസ് ഇംപ്ലൈസ് സൈൻ എക്സ് dx ഈക്വൽ ടു മൈനസ് du. ഓക്കെ, ഇനി ഞാൻ ബാക്ക് ടു നമ്മുടെ ആക്ച്വൽ പ്രോബ്ലം. ഈക്വൽ ടു നോക്കുക, ഞാൻ എന്താ ചെയ്തേ? ഞാൻ ഇവിടെ കിടക്കുന്ന cos x ന് ഞാൻ u ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റൈറ്റ്. അപ്പൊ എനിക്ക് എന്താ കിട്ടിയേ? ഞാൻ cos x ന് u ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എക്സ് dx, അതായത് ഇവിടെ ബാക്കിയുള്ള ഇത്രയും സാധനങ്ങൾ എന്തായിട്ട് മാറി? du ആയിട്ട് മാറി. എന്ന് വെച്ചാൽ ഇത്, അതായത് മൈനസ് du. ഓക്കെ, ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താ അഡ്വാൻറ്റേജ്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഈ ഇക്വേഷൻ എക്സാക്ട്ലി നമുക്ക് ഓൾറെഡി ഇന്റഗ്രൽ അറിയാവുന്ന ഒരു ഫംഗ്ഷന്റെ ഫോർമുല കിടക്കുന്നത് എങ്ങനെയാ? അതായത് നമുക്ക് ഓൾറെഡി അറിയാം ഇന്റഗ്രൽ 1/x dx. ഓക്കെ, നമ്മൾ ഓൾറെഡി മുമ്പ് അത് ഡിസ്കസ് ചെയ്തു. അതായത് ഇന്റഗ്രൽ 1/x dx എന്ന് പറയുന്നത് log x plus c ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ 1/x ഇത് log x plus c ആണ്. കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് പറയണമെങ്കിൽ അത് log mod x എന്നാണ് പറയേണ്ടത്. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആക്ച്വൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? മൈനസ് log
മോഡ് യു പ്ലസ് സി, അല്ലാന്നുണ്ടെങ്കിൽ മൈനസ് ലോഗ് മോഡ് യു എന്ന് പറഞ്ഞാൽ എന്തുവാണ്? യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് ആണ്. സോ കോസ് എക്സ് പ്ലസ് സി. റൈറ്റ്, അതായത് നമുക്ക് മനസ്സിലായി ദിസ് ഇംപ്ലൈസ് ഇന്റഗ്രൽ ടാൻ എക്സ് ടി എക്സ് ഈക്വൽ ടു മൈനസ് ലോഗ് കോസ് എക്സ് പ്ലസ് സി. സോ നമ്മൾ ആൻസർ കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നമ്മളിവിടെ ഒരിക്കലും നമ്മൾ ഗസ് ചെയ്തതല്ല. റൈറ്റ്, ഓക്കെ, നമ്മൾ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന സാധനത്തിന് ഞാൻ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എക്സാക്ട്ലി ഡി യു ആയി. ആൻഡ് ഞാൻ ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തിരിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ ഇന്റഗ്രൽ നമുക്ക് ഓൾറെഡി ഇന്റഗ്രൽ അറിയാവുന്ന ഒരു ഫോമിലായി. അത് ഞാനിവിടെ എന്തൊക്കെ തിങ്ക് ചെയ്തു നോക്കുക. ഒന്ന്, ഞാൻ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു പാർട്ടിന് ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം കൂടെ ചേർന്ന് അതിന്റെ ഡെറിവേറ്റീവ് പോലെയൊക്കെ വരണം. ആൻഡ് ഫൈനലി വരുന്ന ഫോം നമുക്ക് ഇന്റഗ്രേഷൻ ഓൾറെഡി അറിയാവുന്ന ഫോമിലും ആയിരിക്കണം. റൈറ്റ്, ഓക്കെ. സോ ഇതാണ് ആക്ച്വലി ഇന്റഗ്രേഷൻ പലപ്പോഴും ബുദ്ധിമുട്ടാവാനുള്ള കാരണം. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം. ഓക്കെ, അതായത് നമുക്ക് ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യാൻ പറ്റണം. അതായത് ഇതിനകത്തുള്ള ഏതെങ്കിലും പാർട്ടിന് നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള പാർട്സ് എല്ലാം കൂടെ ചേർന്ന് അതിന്റെ ഡെറിവേറ്റീവ് ആകുമോ? ഇനി അങ്ങനെ ആയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് കിട്ടുന്ന ഫൈനൽ ഫോം എനിക്ക് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുന്ന ഫോമിലാണോ? അതായത് ഞാനിപ്പോൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കിടക്കുന്ന സാധനം എനിക്ക് ഇന്റഗ്രേഷൻ അറിയാത്തൊരു സാധനമാണെങ്കിൽ എനിക്ക് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് ആക്ച്വലി ഇന്റഗ്രേഷന്റെ കോംപ്ലിക്കേഷൻ. അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന റൂൾസും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കുക. എങ്കിൽ മാത്രമേ ആക്ച്വലി വളരെ റാൻഡം ആയിട്ട് ഒരു ഇന്റഗ്രൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി നമുക്ക് തിങ്ക് ചെയ്യാനെങ്കിലും പറ്റത്തുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ കിട്ടിയ റിസൾട്ട് കറക്റ്റ് ആണെന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നമുക്ക് നോക്കാം. റൈറ്റ്, നമ്മൾ എന്താ പറഞ്ഞേ? അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇന്റഗ്രൽ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോസ് എക്സ് പ്ലസ് സി എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സാധനത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടണം. നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഡി ബൈ dx of minus log cos x plus c. റൈറ്റ്, എന്താണ് ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് നോക്കാം. ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് നെഗറ്റീവ് ലോഗ് കോസ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ആ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ്, നോക്കുക ഇവിടെ ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ ലോഗ് ആണ്. സോ ലോഗിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ എക്സ്. റൈറ്റ്, ഇവിടെ എക്സിന് പകരം കിടക്കുന്ന കോസ് എക്സ് ആണ്. സോ 1 ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ എക്സ്. റൈറ്റ്, ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ മൈനസും ക്യാൻസൽ ആവും. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ എക്സ്. സോ നമുക്ക് മനസ്സിലായി, ഞാൻ ഈ കിടക്കുന്ന സാധനത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എനിക്കിത് കിട്ടി. സോ നമ്മൾ ചെക്ക് ചെയ്തു. ഇപ്പൊ നമ്മൾ ഈ ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്ത ഈ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നീട് ചെയ്യും. അതിന് മുന്നേ ഇനി നമുക്ക് അറിയേണ്ടത് ഇന്റഗ്രേഷനകത്തുള്ള ബേസിക് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്. ഓക്കെ, ഈ റിസൾട്ട്സ് അറിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ റിസൾട്ട്സ് എല്ലാം, അതായത് കുറെ റിസൾട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇന്റഗ്രൽ സൈൻ എക്സ്, ഇന്റഗ്രൽ കോസ് എക്സ്, ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ്, ഇന്റഗ്രൽ ലോഗ് എക്സ്. റൈറ്റ്, ഇനി ഞാനിപ്പോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാബുലാ കോളത്തിനകത്ത് ഞാൻ ഇതെല്ലാത്തിനെയും ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുവാണ്. ഓക്കെ, എന്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എല്ലാവരും ഈ റിസൾട്ട്സ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ബിക്കോസ് ഞാൻ മുമ്പോട്ട് ഇനി കാൽക്കുലേഷൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നെയും റിസൾട്ട്സ് എടുത്ത് പറയില്ല. നമ്മൾ ജസ്റ്റ് അത് യൂസ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ടാബുലാ കോളം, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻസ്. ഈ ഫംഗ്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് ആണ് ബേസിക്കലി ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഫംഗ്ഷൻ ആണ് എക്സ് റൈസ് ടു എൻ. എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. ഓക്കെ, നമുക്ക് അതിന്റെ ജസ്റ്റ് കുറച്ച് കോൺസിക്വൻസുകൾ നോക്കാം. ഫസ്റ്റ്, സപ്പോസ് ഇപ്പൊ എനിക്ക് അറിയേണ്ടത് എന്താണ് ഇന്റഗ്രൽ എക്സ് റൈസ് ടു 3dx. റൈറ്റ്, നമ്മുടെ ഫോമിൽ അനുസരിച്ച് എന്തുവാണ്, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 3 പ്ലസ് 1 ബൈ 3 പ്ലസ് 1 പ്ലസ് സി, അതായത് എക്സ് റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 4. റൈറ്റ്, അതായത് ഞാൻ പവറിന്റെ കൂടെ 1 ആഡ് ചെയ്യുക, ആ മുകളിൽ വരുന്ന നമ്പർ ഏതാണോ അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക, പ്ലസ് സി. ഓക്കെ, എങ്കിൽ ഇപ്പൊ വേറൊരു കേസ് നോക്കാം. അതായത് സപ്പോസ് ഇന്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, റൂട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എക്സ് റൈസ് ടു ഹാഫ് ആണ്. റൈറ്റ്, എങ്കിൽ നമ്മുടെ ഫോമുല അനുസരിച്ച് ഇവിടെ നോക്കുക, ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് ഹാഫ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് റൈസ് ടു 1/2 പ്ലസ് 1 ബൈ 1/2 പ്ലസ് 1, അതായത് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 1/2 പ്ലസ് 1 ബൈ 1/2 പ്ലസ് 1 പ്ലസ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എനിക്ക് കിട്ടാൻ പോകുന്നത് എക്സ് റൈസ് ടു 3/2 ബൈ 3/2 പ്ലസ് സി. ഓക്കെ, റൈറ്റ്. ഇനി വേറൊരു കേസ്, സപ്പോസ് ഇപ്പൊ ഇത് ഇന്റഗ്രൽ 1/x² ആയിരുന്നെങ്കിൽ, x² dx, നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ പറയും, ഓക്കെ, അതെനിക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ എക്സ് റൈസ് ടു -2 dx വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മുടെ എന്നിന്റെ വാല്യൂ -2 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് റൈസ് ടു -2 പ്ലസ് 1 ബൈ -2 പ്ലസ് 1 എന്ന് വെച്ചാൽ എക്സ് റൈസ് ടു -1 ബൈ -1 എന്ന് വെച്ചാൽ -1 ബൈ എക്സ്. ഏറ്റവും ലാസ്റ്റ് ഞാൻ പ്ലസ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, എങ്കിൽ
ഇന്റഗ്രൽ ഓക്കെ എക്സ് റൈസ് ടു പൈ ഡി എക്സ് എന്നായിരുന്നെങ്കിലോ സെയിം സ്റ്റോറി എക്സ് റൈസ് ടു പൈ പ്ലസ് വൺ ബൈ പൈ പ്ലസ് വൺ പ്ലസ് സി റൈറ്റ്. എങ്കിൽ ഇപ്പോൾ വേറൊരു കേസ് നോക്കാം. സപ്പോസ് ഇത് ഇന്റഗ്രൽ 1/x dx എന്നായിരുന്നെങ്കിൽ ഓക്കെ, എങ്കിൽ നമുക്ക് ജസ്റ്റ് ആലോചിച്ച് നോക്കാം. ഞാൻ എഴുതും വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് ഇന്റഗ്രൽ എക്സ് റൈസ് ടു -1 dx. എങ്കിൽ നമ്മുടെ ഫോമിൽ അനുസരിച്ച് ഞാൻ എഴുതും വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു -1 + 1 ബൈ -1 + 1 ഈക്വൽ ടു എക്സ് റൈസ് ടു 0 ഡിവൈഡഡ് ബൈ 0. അതായത് എന്റെ ഡിനോമിനേറ്ററിൽ 0 വന്നു. നമുക്കറിയാം അങ്ങനെ 0 വരാൻ പാടില്ല. അപ്പൊ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ഈ റിസൾട്ട് തെറ്റാണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓക്കെ, ഇതേപോലത്തെ സിനാരിയോ അതായത് ഇന്റഗ്രൽ 1/x, ഇന്റഗ്രൽ 1/xന്റെ ഇന്റഗ്രൽ ആക്ച്വലി ലോഗ് എക്സ് പ്ലസ് സി ആണ്. അതായത് എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്ന ഫോമുല എനിക്ക് ഏത് കേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല? അതായത് എനിക്ക് ഈ ഫോമുല എനിക്ക് എന്നിന്റെ വാല്യൂ -1 ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എന്നിന്റെ വാല്യൂ -1 ആണെങ്കിൽ അത് 1/x ആണ്. 1/xന് ഓൾറെഡി വേറൊരു ഫോമുല ഉണ്ട്, അതാണ് ലോഗ് എക്സ്. അതായത് ഇവിടെ ഞാൻ ഒരു കാര്യം പ്രത്യേകം ഞാൻ മെൻഷൻ ചെയ്യണം ഓക്കെ, അതായത് n നോട്ട് ഈക്വൽ ടു -1 എങ്കിൽ മാത്രമേ എനിക്ക് ഈ ഫോമുല യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ റൈറ്റ്. ഇനി ബാക്കി റിസൾട്ടുകളെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ -cos x + c ആണ്. കാരണം ഞാൻ cos x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് -sin x ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് സൈൻ എക്സിന്റെ ഇന്റഗ്രൽ -cos x + c ആയത്. സിമിലർലി cos x-ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x ആണ്. sec² x-ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ tan x ആണ്. വൈ? ബിക്കോസ് ഞാൻ tan x-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് sec² x കിട്ടും റൈറ്റ്. ഇനി അതുപോലെ തന്നെ cosec x cot x അതിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ -cosec x + c ആണ്. കാരണം cosec x-ന്റെ ഡെറിവേറ്റീവ്, അതായത് ഈ സാധനത്തിന്റെ ഡെറിവേറ്റീവ് ആണ് ഈ സാധനം വിത്ത് എ മൈനസ് സൈൻ. cosec x-ന്റെ ഡെറിവേറ്റീവ് ആണ് -cosec x cot x. അങ്ങനെയാണെങ്കിൽ cosec x cot x വിത്ത് എ മൈനസ് സൈൻ, അതിന്റെ ഇന്റഗ്രൽ ആണ് cosec x ആൻഡ് മൈനസ് സൈൻ ഇപ്പുറത്ത് വരുമ്പോൾ ഇതാവും. സിമിലർലി sec x tan x-ന്റെ ഇന്റഗ്രൽ ആണ് sec x, ബിക്കോസ് sec x-ന്റെ ഡെറിവേറ്റീവ് ആണ് ബേസിക്കലി sec x tan x. അതുപോലെ തന്നെ cosec² x-ന്റെ ഇന്റഗ്രൽ ആണ് -cot x + c. വൈ? ബിക്കോസ് കോട്ടിന്റെ ഡെറിവേറ്റീവ് ആണ് cosec വിത്ത് മൈനസ് സൈൻ. സോ മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ ഇത് ഇങ്ങനെയാവുന്നത്. ഇത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 1/x-ന്റെ ഇന്റഗ്രൽ ആണ് log x + c. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ e⁻x-ന്റെ ഇന്റഗ്രൽ e⁻x ആണ്. വൈ? നമുക്ക് ഓൾറെഡി അറിയാം e⁻x-ന്റെ ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്. അതായത് e⁻x-ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റഗ്രലും ഡെറിവേറ്റീവും സെയിം ആണ്. ആൻഡ് അടുത്ത കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇന്റഗ്രൽ 1/√1 - x². ഓക്കെ, അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x + c ആണ്. അതുപോലെ തന്നെ -cos x + c ആണ്. സിമിലർലി നമുക്ക് ഓൾറെഡി അറിയാം tan 1x-ന്റെയും -cot 1x-ന്റെയും ഡെറിവേറ്റീവ് ആണ് 1/1 + x². അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ 1/1 + x² എന്ന് പറയുന്നത് tan 1x-ഉം -cot 1x-ഉം ആണ്. കൺഫ്യൂഷൻ ഉള്ളവർ ജസ്റ്റ് ഡെറിവേറ്റീവ്സിന്റെ ഫോർമുലാസ് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അതായത് tan 1x-ന്റെയും -cot 1x-ന്റെയും ഡെറിവേറ്റീവ് 1/1 + x² ആണ്. സോ ഇന്റഗ്രൽ ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ sec 1x-ന്റെയും -cosec 1x-ന്റെയും ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/x × √1 - x² ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ 1/x × √1 - x²ന്റെ വാല്യൂ sec 1x + c അല്ലെങ്കിൽ -cosec 1x + c ആയിരിക്കും റൈറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇന്റഗ്രേഷൻ ഫോർമുലാസ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പലപ്പോഴും നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഒരു സിനാരിയോ ആണ്. ഓക്കെ റൈറ്റ്, അതായത് ഇതുപോലത്തെ സിനാരിയോ, അതായത് ഇന്റഗ്രൽ റൈറ്റ് ഇതിപ്പോ sin x dx എന്നായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ അറിയാം. ബിക്കോസ് എൻ്റെ ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. അതായത് sin x-ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ -cos x ആണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ സിനാരിയോ വരും. അതായത് sin x-ന് പകരം x-ന്റെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും വരുന്നത്. അതായത് ഈ ഒരു സംഭവം ax + b. ഓക്കെ, എനിക്കറിയേണ്ടത് x-ന് പകരം x-ന്റെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ റൈറ്റ്, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പോവാണ്. ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നെ ചെയ്യത്തുള്ളൂ റൈറ്റ്. പക്ഷേ ഞാൻ ഓൾറെഡി tan x-ന്റെ കേസിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഞാൻ ആ ഒരു ഫ്രീഡം യൂസ് ചെയ്യുവാണ്. ആൻഡ് ഈ കേസിൽ അത് വളരെ സിമ്പിളുമാണ്. സോ നമുക്ക് എന്തായാലും അത് മനസ്സിലാവും. ഇനി എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്യും. അപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലപ്പോഴും ഞാനൊരു ഇന്റഗ്രൽ കാണുമ്പോൾ ഓക്കെ റൈറ്റ്, ഞാൻ അതിനുള്ള ചില പാർട്ട് ഞാൻ u എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ആൻഡ് ഞാൻ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇന്റഗ്രൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫോമിൽ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പലപ്പോഴും വിചാരിക്കും ഓക്കെ നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ അത് സബ്സ്റ്റിറ്റ്യൂഷൻ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അങ്ങനെയല്ല. ഓക്കെ, ഇത് ബേസിക്കലി നമ്മുടെ എക്സ്പീരിയൻസിനാണെന്ന് മനസ്സിലാവുന്നത്. അത് നമ്മൾ കുറെ കാൽക്കുലേഷൻസ് ചെയ്ത് നമ്മൾ ഇക്വേഷൻസ്
സബ്സ്റ്റിറ്റ്യൂഷൻസുമായിട്ടൊക്കെ വളരെയധികം ഫെമിലിയർ ആയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഇന്റഗ്രൽ കാണുമ്പോൾ ഇതിനകത്തുള്ള ഏത് പാർട്ടിന്റെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലാണ് ബാക്കി എല്ലാ പാർട്സ് എല്ലാം കൂടെ റീഅഡ്ജസ്റ്റ് ചെയ്ത്, അതായത് tan x-ന്റെ കേസ് ഞാൻ കണ്ടു റീഅഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ റീഅഡ്ജസ്റ്റ് ചെയ്ത് ഫൈനലി എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോമിലാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു പസിൽ സോൾവ് ചെയ്യുന്നത് പോലെ. റൈറ്റ്, അത് നമ്മൾ കൂടുതൽ പസിൽസ് സോൾവ് ചെയ്യും തോറും നമ്മൾ ആ ഒരു സം സോർട്ട് ഓഫ് ഗസ്സിംഗ് പ്രോസസ്സിൽ നമ്മൾ കൂടുതൽ ബെറ്റർ ആവും. അതായത് ബെറ്റർ സബ്സ്റ്റിറ്റ്യൂഷൻസ് കണ്ടെത്തുന്നതിൽ നമ്മൾ കൂടുതൽ ബെറ്റർ ആവും. അതാണ് ബേസിക്കലി സംഭവിക്കുന്നത്. റൈറ്റ്, അപ്പോൾ ഇപ്പോൾ ഒരിക്കലും ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ അതെല്ലാം വർക്ക്ഔട്ടായി വരുന്ന കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കരുത്, ഓക്കെ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് പ്ലാൻ ചെയ്തതാണ്, അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും നോക്കിയെടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അങ്ങനെയല്ല, നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഇതാണ് ആക്ച്വലി ഇന്റഗ്രേഷൻ എപ്പോഴും ട്രിക്കി ആക്കുന്നത്. ഇനി ചില സിറ്റുവേഷൻസ് ഉണ്ട്, നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലും അത് ബെറ്റർ ആയിട്ട് വർക്ക്ഔട്ട് ആവണമെന്നില്ല. ആ കേസിൽ നമ്മൾ വേറെ ട്രൈ ചെയ്യുക, നമ്മൾ വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ ട്രൈ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഇന്റഗ്രേഷൻ ടെക്നിക്സ്, നമ്മൾ ഒരുപാട് ഇന്റഗ്രേഷൻ ടെക്നിക്സ് ഉണ്ട്, നമ്മൾ അതിനെ പറ്റിയൊക്കെ പിന്നെ പറയത്തേ ഉള്ളൂ, നമ്മൾ അതൊക്കെ ട്രൈ ചെയ്യും. ഓക്കെ റൈറ്റ്, അതായത് ഒരു ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ഡിഫറൻസിയേഷന്റെ കേസിൽ പറഞ്ഞതുപോലെ, അതായത് പ്രോഡക്റ്റ് വന്നാൽ ഇതാണ് റൂൾ, കോഷ്യന്റ് വന്നാൽ ഇതാണ് റൂൾ, അങ്ങനെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള റൂൾസ് ഒന്നുമില്ല. ഓക്കെ, ആക്ച്വലി ഇന്റഗ്രേഷന്റെ കേസിൽ റൂൾസ് ഉണ്ട്, പക്ഷെ ഒരു ജനറലി ഒരു ഇന്റഗ്രൽ വരുമ്പോൾ നമുക്ക് പറയാം അതിപ്പോ പ്രോഡക്റ്റ് ആണെങ്കിൽ ഡിഫറൻസിയേഷൻ ആണെങ്കിൽ ജസ്റ്റ് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇന്റഗ്രേഷനിൽ ജസ്റ്റ് എൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഫൈനലി അതിന്റെ ഇന്റഗ്രേഷൻ അതൊരു പ്രോഡക്റ്റിലുണ്ട്, അത് വെച്ച് എനിക്ക് ചെയ്താൽ ഫൈനൽ ആൻസർ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ബിക്കോസ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണും, ഓക്കെ റൈറ്റ്, ഇന്റഗ്രേഷന്റെ പ്രോഡക്റ്റ് റൂളിനകത്ത് തന്നെ ഒരു ഇന്റഗ്രേഷൻ ഉണ്ട്. റൈറ്റ്, അപ്പൊ നമ്മൾ എപ്പോഴും നോക്കുന്നത് ആ പ്രോഡക്റ്റ് റൂളിനകത്ത് വരുന്ന ഒരു ഇന്റഗ്രേഷൻ ഉണ്ട്, ആ ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുമെങ്കിലേ നമ്മൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. സോ അപ്പൊ ഇതാണ് ഇന്റഗ്രേഷൻ പലപ്പോഴും ട്രിക്കിയാണ്. സോ നമ്മൾ മറ്റ് പല ടോപ്പിക്സും നോക്കുന്നത് പോലെ വളരെ ലൈറ്റ് ആയിട്ട് നോക്കരുത്. ഓക്കെ, നമ്മൾ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസും ആ ഒരു ലോജിക്കും നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ഇവിടുത്തെ ax പ്ലസ് ബിനെ ഞാൻ u ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. റൈറ്റ്, എനിക്ക് പറയാം ദാറ്റ് ഇംപ്ലൈസ്, ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും d/dx ഓഫ് ax പ്ലസ് ബി ഈക്വൽ ടു du/dx. ഞാൻ ഈ ഡിഫറൻസിയേഷൻ ഞാൻ അകത്തോട്ട് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു a ഈക്വൽ ടു du/dx. വൈ? ബിക്കോസ് ഈ സാധനകത്ത് പോകുമ്പോൾ d/dx ഓഫ് ax, a പുറത്തു വരും, ബാക്കി dx/dx 1 ആണ്, ആൻഡ് b കോൺസ്റ്റന്റ് ആണ്, ബിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അല്ലെങ്കിൽ എനിക്ക് എഴുതാം ദിസ് ഇംപ്ലൈസ് dx is equal to du/a. റൈറ്റ്, സോ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റും ഇന്റഗ്രൽ സൈൻ u, റൈറ്റ്, ബിക്കോസ് ഞാൻ ax പ്ലസ് ബിനാണ് ഞാൻ u എന്ന് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എന്റെ dx എന്ന് പറഞ്ഞാൽ du/a ആണ്. സോ ഞാൻ എഴുതും du/a. റൈറ്റ്, ഓക്കെ. ഇനി മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, കോൺസ്റ്റന്റ് ഇന്റഗ്രേഷന് പുറത്തു പോകും. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ഇപ്പോഴേ നമ്മുടെ ഫ്രണ്ടിൽ വന്നു. മനസ്സിലാക്കേണ്ടത് ഇന്റഗ്രേഷനകത്ത് കോൺസ്റ്റന്റ് വന്നാൽ കോൺസ്റ്റന്റ് ഇന്റഗ്രേഷന് പുറത്തു പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 1/a ഇന്റഗ്രൽ സൈൻ യു du. ഓക്കെ റൈറ്റ്, ഇപ്പൊ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം വന്നു. ഇന്റഗ്രൽ സൈൻ യു du, ഇന്റഗ്രൽ സൈൻ എക്സ് dx എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ സൈൻ യു du എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് യു. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/a ഇൻറ്റു മൈനസ് കോസ് യു പ്ലസ് സി. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 1/a ഇൻറ്റു മൈനസ് കോസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എക്സ് പ്ലസ് ബി പ്ലസ് സി. ഓക്കെ റൈറ്റ്, നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് പ്ലസ് ബി ഡി എക്സ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെയും ഇവിടെ എ എക്സ് പ്ലസ് ബിക്ക് പകരം അവിടെ എക്സ് ആയിരുന്നെങ്കിൽ എനിക്കറിയാം അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് തന്നെയാണ്. പക്ഷേ എക്സിന് പകരം എക്സിന്റെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആവുന്നത്. എന്ത് സംഭവിക്കും? ഞാൻ ഇപ്പൊ യൂസ് ചെയ്ത സെയിം ട്രിക്ക് ഞാൻ യൂസ് ചെയ്യണം. നമുക്ക് നോക്കാം. സെയിം ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആ എ എക്സ് പ്ലസ് ബിക്ക് ഞാൻ യു എന്ന് കൊടുക്കും. അതായത് എ എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു യു. ഞാൻ മുമ്പ് ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയായിരിക്കും ഞാൻ ഇവിടെയും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഫൈനലി എനിക്ക് മനസ്സിലാവും ദിസ് ഇംപ്ലൈസ് ഡി എക്സ് ഇസ് ഈക്വൽ ടു du/u. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ എങ്ങനെ എഴുതും? വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ റൈസ് ടു യു du/a. റൈറ്റ്, ഇത് എ ആയിരുന്നു. റൈറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എഴുതും വിച്ച് ഇസ് ഈക്വൽ ടു 1/a ഇന്റഗ്രൽ ഇ റൈസ് ടു യു du എന്ന് പറഞ്ഞാൽ 1/a ഇ റൈസ് ടു യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു യുവിന്റെ ഇന്റഗ്രൽ ഇ റൈസ് ടു യു തന്നെ. റൈറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/a ഇ റൈസ് ടു എ എക്സ് പ്ലസ് ബി. നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഓവറോൾ സ്ട്രക്ചർ മനസ്സിലാവും. നമുക്ക് നോക്കാം. ഇന്റഗ്രൽ 1/1 പ്ലസ് എ എക്സ് പ്ലസ് ബി ഹോൾ സ്ക്വയർ ഡി എക്സ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ ഈ സാധനം എക്സ് ആയിരുന്നെങ്കിൽ ഇത് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. ഓൾറെഡി നമ്മുടെ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിനകത്ത് നമ്മൾ കണ്ടു 1/1
1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണ്, അല്ലെങ്കിൽ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണ്. ഞാൻ ടാൻ ഇൻവേഴ്സ് ആണ് എടുക്കാൻ പോകുന്നത്, റൈറ്റ്? ഓക്കെ. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സിന് പകരം എ എക്സ് പ്ലസ് ബി ആണ്. സോ നമ്മൾ ഇപ്പോഴത്തെ സെയിം സ്ട്രാറ്റജി, ഓക്കെ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ, ഞാൻ എ എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഞാൻ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സെയിം സ്റ്റെപ്സ് വരും, എനിക്ക് കിട്ടും ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ എ. ഫൈനലി ഞാൻ ഇതിനെങ്ങനെ എഴുതും? ഇന്റഗ്രൽ 1 ബൈ 1 പ്ലസ് യു സ്ക്വയർ ഡി യു ബൈ എ. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് എഴുതും? വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ എ ഇന്റഗ്രൽ 1 ബൈ 1 പ്ലസ് യു സ്ക്വയർ ഡി യു. ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇന്റഗ്രൽ ഡി എക്സ് ബൈ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. എക്സിന് പകരം യു ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ ടാൻ ഇൻവേഴ്സ് എക്സ്, ഇവിടെ എക്സിന് പകരം യു. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതും വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ എ ടാൻ ഇൻവേഴ്സ് യു. ഒരു സ്റ്റെപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ എ ടാൻ ഇൻവേഴ്സ് യുവിന് പകരം എ എക്സ് പ്ലസ് ബി. റൈറ്റ്. ഇവിടെ നോക്കുക, നമ്മൾ മുമ്പ് ചെയ്ത 3 ക്വസ്റ്റ്യൻസിനകത്ത് നമുക്കൊരു പാറ്റേൺ കാണാൻ പറ്റും. അതായത് ഇന്റഗ്രൽ സൈൻ എ എക്സ് പ്ലസ് ബി, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ സൈൻ എക്സ് ആയിരുന്നെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? കോസ് എക്സ് ആണ്, അതായത് മൈനസ് കോസ് എക്സ് പ്ലസ് സി. പക്ഷേ സൈനിനകത്ത് എക്സിന് പകരം എക്സിന്റെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വന്നാൽ എ എക്സ് പ്ലസ് ബി എന്ന് വന്നാൽ എന്റെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്, അതിനകത്തുള്ള സാധനം അതുപോലെ തന്നെ കീപ്പ് ചെയ്തു, റൈറ്റ്? ഓക്കെ. പ്ലസ് സി എല്ലാം അതുപോലെ ഉണ്ട്. ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വന്നു? 1 ബൈ എ, ഡിനോമിനേറ്ററിൽ ഒരു എയുടെ ഫാക്ടർ വന്നു. എ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എക്സിന്റെ കൂടെയുള്ള കോയിഫിഷ്യന്റ് ആണ്, റൈറ്റ്? ഓക്കെ. അതായത് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ ആൻസർ ആ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലായിരുന്നു, ജസ്റ്റ് എക്സ് ആയിരുന്നെങ്കിൽ എന്താണോ ആൻസർ വരുന്നത് അതേ ആൻസർ തന്നെയാണ്. പക്ഷെ അതിനകത്തിടക്കുന്ന സാധനത്തിന് അതുപോലെ കീപ്പ് ചെയ്തിട്ടുമുണ്ട്, ആൻഡ് എക്സിന്റെ കൂടെ വന്ന കോയിഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുമുണ്ട്. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. സെയിം പാറ്റേൺ തന്നെ എനിക്ക് ഇവിടെയും കാണാൻ പറ്റും. അതായത് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ ഇ റൈസ് ടു എക്സ് ആണ്. പക്ഷെ നമുക്ക് ഫൈനലി കിട്ടിയ ആൻസർ എന്താണെന്ന് നോക്കുക. ഫൈനലി കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു എ എക്സ് പ്ലസ് ബി. അതായത് എക്സിന് പകരം, അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു എക്സ് ആണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ആൻസർ ഇ റൈസ് ടു എക്സ് ആണ്. ഇവിടെ എക്സിന് പകരം കിടക്കുന്നത് എ എക്സ് പ്ലസ് ബി ആണ്. സോ നമ്മുടെ ഫൈനൽ ആൻസറിനകത്ത് എക്സാക്ട്ലി അത് തന്നെ വന്നു, ആൻഡ് എക്സിന്റെ കൂടെയുള്ള കോയിഫിഷ്യന്റ് ഡിവൈഡ് ചെയ്തു, റൈറ്റ്? സിമിലർലി, ഓക്കെ, ഇത് ഇന്റഗ്രൽ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആയിരുന്നെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. പക്ഷെ നമുക്കിവിടെ കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എ എക്സ് പ്ലസ് ബി വന്നപ്പോൾ എക്സിന് പകരമുള്ള സാധനം അതുപോലെ തന്നെ കീപ്പ് ചെയ്യപ്പെട്ടു, എക്സിന്റെ കൂടെയുള്ള കോയിഫിഷ്യന്റ് എന്താണോ അത് ഡിനോമിനേറ്ററിലും വന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഇൻ ജനറൽ നമുക്കൊരു പാറ്റേൺ മനസ്സിലായി. അതായത് ഇന്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ, ആ ഫംഗ്ഷനകത്ത് എക്സിന് പകരം എക്സിന്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ് കിടക്കുന്നതെങ്കിൽ ഞാൻ ജസ്റ്റ് ആ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അതായത് സാധാരണ അത് എക്സ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമോ അതുപോലെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഫൈനൽ ആൻസറിനകത്ത് എക്സിന് പകരം ആ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തന്നെ ഞാൻ എഴുതണം, ആൻഡ് അതിന്റെ ഡിനോമിനേറ്ററിൽ എക്സിന്റെ കോയിഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഇന്റഗ്രൽ സീക് സ്ക്വയർ എ എക്സ് പ്ലസ് ബി ഡി എക്സ്. റൈറ്റ്. ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് സീക് സ്ക്വയർ എക്സ് എന്നായിരുന്നെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ എക്സ് ആണ്, റൈറ്റ്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാനിത് ടാൻ എക്സ് എന്നായിരിക്കും എഴുതാൻ പോകുന്നത്. പക്ഷെ ഇവിടെ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ടാൻ എക്സിന് പകരം ഇവിടെ അകത്തുള്ള ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന് അതുപോലെ തന്നെ എഴുതുക, ആൻഡ് നമ്മുടെ എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണ്? എ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 1 ബൈ എ പ്ലസ് സി. ഇതാണ് ആൻസർ, റൈറ്റ്? വേറൊരു എക്സാമ്പിൾ, ഇന്റഗ്രൽ 1 ബൈ എ എക്സ് പ്ലസ് ബി ഡി എക്സ്. ഓക്കെ. ഇവിടെ ഒന്ന് മനസ്സിലാക്കുക, ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലായിരുന്നെങ്കിൽ ഇത് 1 ബൈ എക്സ് എന്നായിരുന്നു ഡിനോമിനേറ്റർ ഇവിടെ വരേണ്ടിയിരുന്നത്. ഇന്റഗ്രൽ 1 ബൈ എക്സിന്റെ ആൻസർ നമുക്ക് ഓൾറെഡി അറിയാം, ലോഗ് എക്സ്, റൈറ്റ്? പക്ഷെ ഇവിടെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. സോ ഞാൻ എങ്ങനെ എഴുതേണ്ടത്? ലോഗ് എക്സിന് പകരം ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അതുപോലെ തന്നെ എഴുതുക, എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണ് ഇവിടെ? എ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, റൈറ്റ്? സോ ഓക്കെ, ഇതാണ് ഒരു ടെക്നിക്. ഓക്കെ. ഇപ്പൊ നമ്മൾ ഓൾറെഡി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ഫംഗ്ഷൻസിനെ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്തത് നമുക്ക് ഓൾറെഡി മനസ്സിലായി. ഓക്കെ. ഇനി നമുക്കറിയേണ്ടത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ഉള്ള ഫംഗ്ഷൻസ്. ഒന്ന് ആലോചിക്കുക, ഇൻ ജനറൽ എൻ്റെ പല കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസിന് എനിക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അതായത് 2 ഫംഗ്ഷൻസ് എടുക്കുക, ഈ 2 ഫംഗ്ഷൻസിനെ ആഡ് ചെയ്യുക.
സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് ഫംഗ്ഷൻസിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ട് ഫംഗ്ഷൻസിനെ പരസ്പരം ഡിവൈഡ് ചെയ്യുക. ഞാൻ ഈ കോമ്പിനേഷൻസിൽ കൂടെയാണ് ആക്ച്വലി ഞാൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ഉള്ള ഫംഗ്ഷൻസിന് ഞാൻ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ എനിക്ക് ഇനി അറിയേണ്ടത്, സപ്പോസ് എൻ്റെ രണ്ട് ഫംഗ്ഷൻസ് ആഡ് ചെയ്ത് കിടക്കുവാണ്, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് കിടക്കുവാണ്, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുവാണ്, എങ്ങനെയാണ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, അതിന്റെ റൂൾസ് എന്താണ്? സോ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ ഈ ഫോമിൽ ഒരു സംഭവം ഉണ്ട്, അതായത് ഇന്റഗ്രൽ സം കോൺസ്റ്റന്റ് ടൈംസ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. റൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എനിക്ക് ആ കോൺസ്റ്റന്റിനെ പുറത്തെടുക്കാം. ഞാനത് ഓൾറെഡി കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്റഗ്രൽ 3 sin x. 3 sin x എന്ന് പറഞ്ഞാൽ എനിക്ക് 3 പുറത്തെടുക്കാം, ബാക്കി ഇന്റഗ്രൽ sin x dx. ഓക്കെ, എപ്പോഴും ഇന്റഗ്രേഷൻ എഴുതുമ്പോൾ dx എന്ന് എഴുതണം, ഈക്വൽ ടു 3 sin x ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ്. സോ 3 ഇൻറ്റു മൈനസ് കോസ് എക്സ് പ്ലസ് സി. റൈറ്റ്, സിമ്പിൾ എക്സാമ്പിൾ. ഇനി അടുത്തൊരു റൂളാണ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ്. അതായത് രണ്ട് ഫംഗ്ഷൻസ് ആഡ് ചെയ്തിരിക്കുവാണ് എങ്കിൽ റൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. എനിക്ക് ഇന്റഗ്രേഷൻ എപ്പോഴും എനിക്ക് അകത്തോട്ട് കയറ്റാം എന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. റൈറ്റ്, ഓക്കെ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് എന്റെ ഫംഗ്ഷൻ ഇന്റഗ്രൽ സൈൻ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. റൈറ്റ്, ഈക്വൽ ടു എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വെച്ചാൽ വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ്, റൈറ്റ്, എക്സ് സ്ക്വയർ ഡി എക്സ് ഇന്റഗ്രൽ എക്സ് റൈസ് ടു എന്നിന്റെ ഫോമിലാണ്. അതായത് ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ആ ഫോമിലാണ്, എന്നിന് പകരമാണ് 2. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അതായത് എക്സ് റൈസ് ടു 2 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 പ്ലസ് സി. അതായത് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കോസ് എക്സ് പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. ഓക്കെ, റൈറ്റ്. ഇനി വേറൊരു എക്സാമ്പിൾ, ഇന്റഗ്രൽ റൂട്ട് എക്സ് പ്ലസ് 1 ഡി എക്സ്. ഓക്കെ, എഗെയിൻ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 ഡി എക്സ്. റൈറ്റ്, ഇന്റഗ്രൽ 1 ഡി എക്സ്, അതായത് ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇത് ഫിസിക്സിലൊക്കെ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കും. റൈറ്റ്, എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിമ്പിൾ റിസൾട്ട് ആണ്. നമ്മൾ ഓൾറെഡി ഇന്റഗ്രേഷൻ നമ്മുടെ പഴയ വീഡിയോയിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആണ്. റൈറ്റ്, ഓക്കെ. എങ്കിൽ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു ഹാഫ് ആണ്. സോ എക്സ് റൈസ് ടു 1 ബൈ 2 ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഡി എക്സ് which is equal to x raised to 1 by 2 എന്ന് പറഞ്ഞാൽ x raised to 1 by 2 plus 1 by 1 by 2 plus 1. So x raised to 1 by 2 plus 1 by 1 by 2 plus 1 plus x because integral dx എന്ന് പറഞ്ഞാൽ x. Okay, എന്ന് വെച്ചാൽ which is equal to x raised to 3 by 2 by 3 by 2 എന്ന് വെച്ചാൽ 2 by 3 plus x plus c. Right, okay. ഇനി മനസ്സിലാക്കേണ്ടത്, സപ്പോസ് ഇവിടെ മൈനസ് ആണെങ്കിൽ, അതായത് ഇവിടെ മൈനസ് ആണ് വരുന്നതെങ്കിൽ ഇവിടെയും മൈനസ് ആയിരിക്കും. ഓക്കെ, അതായത് സം ആണെങ്കിലും ഡിഫറൻസ് ആണെങ്കിലും എനിക്ക് ഇന്റഗ്രേഷൻ അകത്തോട്ട് കയറ്റാം. ഓക്കെ, നമുക്ക് അതിനും കൂടെ വെറുതെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇന്റഗ്രൽ 1 ബൈ എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് മൈനസ് സീക് സ്ക്വയർ എക്സ്. ഓക്കെ, റൈറ്റ്. അഗൈൻ നമുക്ക് മനസ്സിലായി. ഓക്കെ, ഒരു കാര്യം ചെയ്യും, നമുക്ക് കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ ആക്കാം. ഇവിടെ ഒരു 2 കൂടി ഇട്ട് കൊടുക്കാം. റൈറ്റ്, ഓക്കെ. അപ്പൊ നമുക്ക് പറയാം വിച്ച് ഇസ് ഈക്വൽ ടു, ഞാൻ ഇന്റഗ്രേഷൻ എനിക്ക് അകത്തോട്ട് കയറ്റാം. എനിക്ക് അങ്ങനെ എഴുതാം, ഇതിനെ ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് മൈനസ്, ഓക്കെ, അകത്തോട്ട് പോയി 2 സീക് സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എഴുതാം, നമുക്ക് ഓൾറെഡി അറിയാം ഇന്റഗ്രൽ 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ആണ്. സോ ലോഗ് മോഡ് എക്സ് പ്ലസ് ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്, മൈനസ് നോക്കാം, ഞാൻ നേരത്തെ പറഞ്ഞു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ എനിക്ക് കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ പുറത്തെടുക്കാം. അതായത് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുവാണെങ്കിൽ, സോ അത് 2 പുറത്തു വന്നു. ഓക്കെ, ബാക്കി ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടാൻ എക്സ്. സോ നമ്മുടെ ഫൈനൽ ആൻസർ പ്ലസ് സി. അപ്പൊ നമുക്ക് ബേസിക്കലി സമ്മും ഡിഫറൻസും ജസ്റ്റ് ഒരു നമ്പർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷനും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് മനസ്സിലായി. ഓക്കെ, എങ്കിൽ എനിക്ക് ഇനി അറിയേണ്ടത് എന്താണ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ്
ടൈംസ് ജി ഓഫ് എക്സ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യും. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ടൈംസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് ആണെന്ന്. ഓക്കെ, ഫസ്റ്റിലെ മനസ്സിലാക്കുക ഇതല്ല. റൈറ്റ്, നമുക്ക് ഒരിക്കലും ഇന്റഗ്രേഷനകത്ത് പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. റൈറ്റ്, ആക്ച്വലി അതിന് വേറെ റൂൾ ഉണ്ട്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അതിനെപ്പറ്റി പിന്നീട് ഡിസ്കസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ആക്ച്വലി മനസ്സിലാക്കേണ്ടത് ഇന്റഗ്രേഷൻ ബൈ പാർട്സിനകത്താണെങ്കിൽ പോലും നമുക്ക് ഇൻ ജനറൽ മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഉറപ്പുമില്ല നമുക്കത് ഫൈനലി നമുക്ക് ചെയ്തെത്തിക്കാൻ പറ്റുമെന്ന്. ഓക്കെ, നമുക്ക് അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്താണ് നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതാ, എപ്പോഴും ഇന്റഗ്രേഷൻസിനകത്ത് എവിടെയെങ്കിലും മൾട്ടിപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, അതിനെ എന്തെങ്കിലും ചെയ്ത് റെഡ്യൂസ് ചെയ്ത് സമ്മോ ഡിഫറൻസോ ആക്കാൻ പറ്റുമെന്നാണ്. റൈറ്റ്, ബിക്കോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റൈറ്റ്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അറിയാമെങ്കിൽ പോലും ബുദ്ധിമുട്ടാണ് പലപ്പോഴും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ഇങ്ങനെ തിങ്ക് ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ എന്തെങ്കിലും ചെയ്ത് റെഡ്യൂസ് ചെയ്ത്, അത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും എന്തെങ്കിലും ചെയ്ത് റെഡ്യൂസ് ചെയ്ത് അതിനെ സമ്മോ ഡിഫറൻസോ ആക്കാൻ നോക്കുക. ഇതാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ട്രിക്ക്. ഓക്കെ, എങ്കിൽ നമ്മൾ ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാൻ പോവാണ്. ഓക്കെ, എന്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്റഗ്രൽ എക്സ് ക്യൂബ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ്. ഓക്കെ, ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇത് ഡിവിഷൻ ആണ്. റൈറ്റ്, ഡിവിഷൻ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്യേണ്ടത് ഇതിന് എന്തെങ്കിലും ചെയ്ത് സമ്മോ ഡിഫറൻസോ ആക്കാൻ പറ്റുമെന്ന. റൈറ്റ്, ആക്കാൻ പറ്റും. ഞാൻ ഇതിനെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ എനിക്ക് എന്തായാലും എഴുതാം ഈ സാധനത്തിന് വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ബൈ എക്സ് ഡി എക്സ്. റൈറ്റ്, അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് ഡി എക്സ്. അല്ലാന്നുണ്ടെങ്കിൽ എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ്, ബിക്കോസ് ഞാൻ ഇന്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, റൈറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് സ്ക്വയർ എക്സ് റൈസ് ടു എൻ ഫോമിലാണ്, എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. സോ എക്സ് റൈസ് ടു 3, അതായത് 2 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 3 മൈനസ് ഇന്റഗ്രൽ 1 ബൈ എക്സ്. ഇന്റഗ്രൽ 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോഗ് എക്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ് മോഡ് എക്സ്. റൈറ്റ്, പ്ലസ് സി. സോ ഇതാണ് ഇതിന്റെ ആൻസർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ റൂട്ട് എ എക്സ് പ്ലസ് ബി ഡി എക്സ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും റൂട്ടിനകത്ത് കണ്ടോ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ് വന്നേ. എങ്കിൽ നമ്മൾ എങ്ങനെ ആലോചിക്കേണ്ടേ, സപ്പോസ് ആ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന് പകരം അത് എക്സ് ആയിരുന്നെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ എന്താണെന്ന് നോക്കണം. ഫൈനൽ ആൻസറിനകത്ത് ഞാൻ എക്സിന് പകരം ആ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന് അതുപോലെ തന്നെ എഴുതുക ആൻഡ് എക്സിന്റെ കൂടെയുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എങ്കിൽ ഞാനിപ്പോൾ ആലോചിക്കേണ്ടതിൽ ഇത്രയേ ഉള്ളൂ. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ റൈറ്റ് എന്താണ് ഇന്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ്? അത് വളരെ ഈസിയാണ്, ബിക്കോസ് റൂട്ട് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി എക്സ് റൈസ് ടു ഹാഫ് ഡി എക്സ് ആണ്. ഓക്കെ, ഹാഫ് ഡി എക്സ് നമ്മൾ അത്യാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് എക്സ് റൈസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു ഹാഫ് പ്ലസ് 1 ബൈ ഹാഫ് പ്ലസ് 1 എന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് റൈസ് ടു 3 ബൈ 2 ബൈ 3 ബൈ 2 എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ബൈ 2 ബൈ 3 പ്ലസ് സി എന്നാണ് കിട്ടുന്നത്. എങ്കിൽ നമ്മുടെ ഇവിടെ ഞാൻ എങ്ങനെയാണ് എഴുതേണ്ടത്? ഈക്വൽ ടു നോക്കുക, നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 2 ബൈ 3. സോ 2 ബൈ 3. റൈറ്റ്, ഇവിടെ എക്സ് വന്നു, എക്സിന് പകരം ഇവിടെ കിടക്കുന്നത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. സോ ഞാൻ അതുപോലെ തന്നെ എഴുതുക. സോ ഞാൻ എന്ത് എഴുതും? എ എക്സ് പ്ലസ് ബി ഹോൾ റൈസ് ടു 3 ബൈ 2 പ്ലസ് സി. തീർന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ എക്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോയിഫിഷ്യന്റ് എ ആണ്. സോ ഞാൻ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ എഴുതും ഹോൾ ഡിവൈഡഡ് ബൈ എ. റൈറ്റ്, ഇനിയുടെ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ഞാൻ ഈ എനെയൊക്കെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സി ബൈ എ എന്നൊരു ഫാക്ടർ വരും. സി ജസ്റ്റ് ഒരു നമ്പർ ആണ്. സോ സി ബൈ എ എന്ന് പറഞ്ഞാൽ അത് വേറൊരു നമ്പർ. സോ അതിനെ ഞാൻ സി എന്ന് തന്നെ വിളിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനിത് എഴുതി വരുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും, അതായത് 2 ബൈ 3 എ റൈറ്റ് എ എക്സ് പ്ലസ് ബി ഹോൾ റൈസ് ടു 3 ബൈ 2 പ്ലസ് സി. സോ ഇതാണ് നമ്മുടെ ആൻസർ. റൈറ്റ്, എങ്കിൽ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ എക്സ് റൈസ് ടു 3 ബൈ 2 പ്ലസ് 2 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഡി എക്സ്. ഓക്കെ, റൈറ്റ്, വളരെ സിമ്പിൾ. എനിക്ക് എന്തായാലും സമ്മിനകത്തോട്ട് ഇന്റഗ്രലിനെ കയറ്റാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം ഇന്റഗ്രൽ എക്സ് റൈസ് ടു 3 ബൈ 2 ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 2 ഇ റൈസ് ടു എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ്. റൈറ്റ്, ഓക്കെ, ഈക്വൽ ടു റൈറ്റ് നമ്മൾ നോക്കും മനസ്സിലാവും എക്സ് റൈസ് ടു എൻ ഫോമാ. സോ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1, അതായത് എക്സ് റൈസ് ടു 3 ബൈ 2 പ്ലസ് 1
3/2 പ്ലസ് 1 പ്ലസ് ആ 2 കോൺസ്റ്റന്റ് ആണ് പുറത്തു വരും. ആൻഡ് ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് തന്നെയാണ്. മൈനസ് 1/xന്റെ ഇന്റഗ്രൽ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോഗ് മോഡ് എക്സ്. ഇതിനൊന്ന് സ്ലൈറ്റ്ലി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുക, ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി 5/2 ആണ്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഈ സാധനം ചെയ്യുമ്പോൾ 2/5 x റൈസ് ടു 3/2 പ്ലസ് 1. ഓക്കെ, x റൈസ് ടു 3/2 പ്ലസ് 1 പ്ലസ് 2e റൈസ് ടു x മൈനസ് ലോഗ് x പ്ലസ് c. റൈറ്റ്, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ റൈറ്റ് x സ്ക്വയർ 1 മൈനസ് 1/x സ്ക്വയർ dx. ഓക്കെ, റൈറ്റ്. ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ ഇത് പ്രോഡക്റ്റ് ആണ്. സോ നമുക്ക് പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ അറിയില്ല, നമ്മൾ ചെയ്യേണ്ടത് തന്നെ സമ്മാക്കി മാറ്റുക. ഈ കേസിൽ ഈ സി ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്കിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ്, അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ മൈനസ് റൈറ്റ് അപ്പുറത്തും ഇവിടെയും കിടക്കുന്നത് എക്സ് സ്ക്വയർ ആണ്. സോ ഈ ടേം ഇവിടെ പോകുമ്പോൾ കട്ട് ചെയ്ത് പോകും. സോ അത് 1 dx. എങ്ങനെ എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ, ഇന്റഗ്രേഷനെ സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ dx മൈനസ് ഇന്റഗ്രൽ 1 dx വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ dx നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 മൈനസ് ഇന്റഗ്രൽ 1 dx. അതായത് ഈ സാധനം 1 dx എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി ഇന്റഗ്രൽ dx ആണ്. ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സാധനം എക്സ് എങ്കിൽ സോ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് സി. ഓക്കെ, സോ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ e raised to 2x plus 3 ഓക്കെ dx. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ, കണ്ടോ ഇവിടെ എക്സിന് പകരം കിടക്കുന്ന എക്സിന്റെ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. സോ ഞാൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലാതെ ജസ്റ്റ് എക്സ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും നോക്കുക. മുമ്പ് പറഞ്ഞ സെയിം പ്രൊസീജിയർ നമുക്ക് എന്തായാലും അറിയാം. ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അതായത് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇ റൈസ് ടു എക്സ്. സോ എങ്കിൽ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഇ റൈസ് ടു എക്സിന് പകരം ആ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. റൈറ്റ്, ഓക്കെ. ആൻഡ് എക്സിന്റെ ഇവിടെയുള്ള കോയിഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യുക. ഇവിടെ കോയിഫിഷ്യന്റ് 2 ആണ് പ്ലസ് സി. റൈറ്റ്, ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, റൈറ്റ്. ഇനി നമ്മുടെ 6th ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ടാൻ സ്ക്വയർ 2x മൈനസ് 3. റൈറ്റ്, അപ്പോൾ ഇന്റഗ്രൽ ടാൻ സ്ക്വയർ 2x മൈനസ് 3 dx. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ, ഇവിടെ ടാൻ സ്ക്വയർ എന്നാ കിടക്കുന്നത്. റൈറ്റ്, എനിക്ക് ടാൻ സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ഈവൻ എനിക്ക് ടാനിന്റെ ഇന്റഗ്രൽ പോലും ഞാൻ കഷ്ടപ്പെട്ടാ കണ്ടുപിടിച്ചേ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇതിനെ ടാൻ സ്ക്വയറിനെ വേണമെങ്കിൽ ടാൻ ഇൻറ്റു ടാൻ എന്ന് എഴുതാം. പക്ഷെ അങ്ങനെ എഴുതിയാൽ ഇത് പ്രോഡക്റ്റ് ആണ്. സോ എനിക്കത് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്തെങ്കിലും ചെയ്ത് ഇതിനെ സമ്മാക്കി മാറ്റണം. ആൻഡ് സമ്മാക്കി മാറ്റിയാലും കിട്ടുന്ന സാധനത്തിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണം. ആ ഫോമിലായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആലോചിച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ ഈ ടാൻ സ്ക്വയറിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സമ്മിന്റെയോ ഡിഫറൻസിന്റെയോ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ട്രിഗണോമെട്രിക്കകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഓൾറെഡി നമുക്ക് ഇങ്ങനെ റിസൾട്ട് അറിയാം. അതായത് സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഓക്കെ, എങ്കിൽ ഇതിനകത്ത് നമുക്കറിയാം ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സീക് സ്ക്വയർ എക്സ് മൈനസ് 1 ആണ്. എങ്കിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ, എനിക്ക് ടാൻ സ്ക്വയർ എക്സിന് പകരം എനിക്ക് സീക് സ്ക്വയർ റൈറ്റ് എക്സിന് പകരം 2x മൈനസ് 3 മൈനസ് 1 dx. അതായത് ഞാൻ ചെയ്തത്, ഞാൻ ഈ ടാൻ സ്ക്വയർ എക്സിന് പകരം ഞാൻ ഈ സീക് സ്ക്വയർ എക്സ് മൈനസ് 1 ഈ ഫോമുല യൂസ് ചെയ്തു. സോ എനിക്ക് ഈ ടാൻ സ്ക്വയർ 2x മൈനസ് 3 എനിക്ക് സീക് സ്ക്വയർ 2x മൈനസ് 3 മൈനസ് 1 dx എന്ന് എഴുതാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഇന്റഗ്രേഷൻ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീക് സ്ക്വയർ 2x മൈനസ് 3 dx മൈനസ് ഇന്റഗ്രൽ 1 dx. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ്. ഇനി കാര്യങ്ങൾ ഈസിയാണ്. ഇവിടെ നോക്കുക, സീക് സ്ക്വയർ 2x മൈനസ് 3 റൈറ്റ്. സീക് സ്ക്വയർ എക്സ് എന്നാണെങ്കിൽ എനിക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ ഇവിടെ എക്സിന്റെ പകരം എക്സിന്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ് കിടക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്യണം, സീക് സ്ക്വയർ എക്സ് ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ എന്താണോ അതേ ഫോമുല തന്നെ യൂസ് ചെയ്യുക. എക്സിന് പകരം ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. ആൻഡ് എക്സിന്റെ ഉള്ള കോയിഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യുക. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ടാൻ അകത്തുള്ള സ്ഥാനത്തിന് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. ഓക്കെ, ഡിവൈഡഡ് ബൈ കൂടെയുള്ള കോയിഫിഷ്യന്റ് 2 ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 1/2. ഓക്കെ, റൈറ്റ്.
ഇനി അടുത്തത് ഈ പാർട്ടിന്റെ ഇന്റഗ്രൽ 1 dx. ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ബേസിക്കലി എക്സ്. സോ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ പ്ലസ് സി. അടുത്താണ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ sec സ്ക്വയർ 7 മൈനസ് 4x dx. ഓക്കെ, ഈ കേസ് വളരെ ഈസിയാണ് ബിക്കോസ് എനിക്ക് ഓൾറെഡി സീക് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എനിക്കറിയാം. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ അകത്ത് എക്സ് ആയിരുന്നെങ്കിൽ അത് ടാൻ ആയിരുന്നു. പക്ഷേ എക്സിന് പകരം എക്സിന്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ സെയിം. സോ നമ്മുടെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, സീക് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടാൻ ആണ്. സോ ഞാൻ അതുപോലെ തന്നെ എഴുതുക വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് ഈക്വൽ ടു ടാൻ. അകത്തുള്ളതിനെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക, റൈറ്റ്. ഓക്കെ, ആൻഡ് നമ്മുടെ എക്സിൻ്റെ ഉള്ള കോയിഫിഷ്യന്റ്, ഈ കേസിൽ എക്സിൻ്റെ ഉള്ള കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 ആണ്. സോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ അതായത് ഡിവൈഡഡ് ബൈ, ഓക്കെ, ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കുക, 4 ലാസ്റ്റ് പ്ലസ് സി. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ്. ഓക്കെ, ഈ കേസ് വളരെ ഈസിയാണ്. എനിക്ക് ഇന്റഗ്രേഷൻ എനിക്ക് അകത്തോട്ട് കയറ്റാം. എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ബി എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ സി ഡി എക്സ്. റൈറ്റ്. ഓക്കെ, ഇനി ഞാൻ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് എ കോൺസ്റ്റന്റ് ആണ്. സോ എനിക്ക് എനെ പുറത്തെടുക്കാം. ബാക്കി ഇന്റഗ്രൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു n+1/n+1, അതായത് എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 3 പ്ലസ് ബി കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തു വന്നു. ബാക്കി ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു 1 എന്നാണ്. സോ എക്സ് റൈസ് ടു 1+1/1+1, അതായത് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഓക്കെ, പ്ലസ് സി പുറത്തു പോയി. ബാക്കി ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് സി. സോ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. ഇന്റഗ്രൽ 2x സ്ക്വയർ പ്ലസ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഈ കേസും വളരെ ഈസിയാണ്. എനിക്ക് ഇന്റഗ്രേഷൻ എനിക്ക് അകത്തോട്ട് കയറ്റാം. എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2x സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ്. റൈറ്റ്. അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 2 കോൺസ്റ്റന്റ് പുറത്തു പോയി. ബാക്കി എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് ഇ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ഇ റൈസ് ടു എക്സ്. ഓക്കെ, പ്ലസ് സി. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇന്റഗ്രൽ റൂട്ട് എക്സ് മൈനസ് 1/√x ഹോൾ സ്ക്വയർ ഡി എക്സ്. റൈറ്റ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഹോൾ സ്ക്വയർ എന്നാ കിടക്കുന്നത്. റൈറ്റ്. ഓക്കെ, സോ അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അതിനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി എഴുതാം. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഹോപ്പും ഇല്ല. സോ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുക. സോ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടെ സമ്മിന്റെ സ്ട്രക്ചർ വരും. സോ അതാണ് എനിക്ക് വേണ്ടത്. സോ ഇത് a+b ഹോൾ സ്ക്വയർ ആണ്. സോ ഞാൻ ആ ഫോമിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെ എഴുതും ഇതിനെ? ഇന്റഗ്രൽ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സിന്റെ സ്ക്വയർ, അതായത് എക്സ് പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/√x സ്ക്വയർ, അതായത് 1/x മൈനസ് 2ab. സോ മൈനസ് 2√x into 1/√x. റൈറ്റ്. ഓക്കെ, ഞാൻ ഒരിക്കലും ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് എഴുതാം ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് 1/x മൈനസ്, ഓക്കെ, ഇതും കട്ട് ചെയ്ത് പോയി. സോ -2 dx. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് ഇന്റഗ്രേഷൻ എനിക്ക് അകത്തോട്ട് കയറ്റാം. സോ എനിക്ക് എഴുതാം ഇന്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1/x dx മൈനസ് ഇന്റഗ്രൽ 2 dx. റൈറ്റ്. ഓക്കെ, എങ്ങനെ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ x²/2. സോ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു x²/2 പ്ലസ് 1/x dx എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എക്സ് മൈനസ് 2 പുറത്തു പോയി. ഓക്കെ, ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ എക്സ് കഴിഞ്ഞു പ്ലസ് സി. സോ അതാണ് നമ്മുടെ ആൻസർ. റൈറ്റ്. സോ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ റൈറ്റ് x³ മൈനസ് 5x² x³ മൈനസ് 5x² മൈനസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ x² dx. റൈറ്റ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ബേസിക്കലി കണ്ടോ ഫ്രാക്ഷൻ ആണ്. സോ എനിക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ സമ്മിന്റെയോ ഡിഫറൻസിന്റെയോ ഫോമിലാക്കണം. ഈസി, ഞാൻ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്താൽ മതി. എങ്ങനെ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു, ഞാൻ എന്നെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എനിക്ക് അതിനെ x³ ഡിവൈഡഡ് ബൈ x² മൈനസ് 5x² ഡിവൈഡഡ് ബൈ x² മൈനസ് 4/x². എനിക്ക് ഇങ്ങനെ എഴുതാം. റൈറ്റ്. ഞാൻ ഇതിനെ ഒരു റൗണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ ഇന്റഗ്രൽ x³ ഡിവൈഡഡ് ബൈ x² എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഇതും കട്ട് ചെയ്ത് പോകും. സോ എനിക്ക് 5 മൈനസ് അടുത്തതിന് എനിക്ക് 4x⁻²നെ എനിക്ക് x⁻² എന്ന് എഴുതാം.
റൈറ്റ്. അതായത് 1/x² എനിക്ക് x⁻² എന്ന് എഴുതാം. റൈറ്റ്. ഇനി എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഇന്റഗ്രേഷൻ എനിക്ക് അകത്തോട്ട് കൊണ്ടുപോകാം. അകത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് ഇന്റഗ്രൽ x dx മൈനസ് ഇന്റഗ്രൽ 5 dx മൈനസ് ഇന്റഗ്രൽ 4x⁻² dx. റൈറ്റ്. ഓക്കെ. എങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ x dx എന്ന് പറഞ്ഞാൽ ബേസിക്കലി x⁻1 dx എന്നാണ്. അതായത് x² ഡിവൈഡഡ് ബൈ 2 x⁻1 + 1/1 + 2 മൈനസ് 5 പുറത്തു പോയി ബാക്കി ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് x ആണ്, മൈനസ് 4 പുറത്തു പോയി x⁻², റൈറ്റ്. x⁻² + 1/-2 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻1 ഡിവൈഡഡ് ബൈ -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ -1/x + c. ഓക്കെ, കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ എഴുതാം x²/2 - 5x + 4/x + c. അതാണ് എന്റെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 12. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ x³ - x² + x - 1 ഡിവൈഡഡ് ബൈ x - 1 dx. റൈറ്റ്. ഓക്കെ, റൈറ്റ്. ഇവിടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഞാൻ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്താൽ, ഓക്കെ, ഞാൻ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നോക്കിയാൽ ഇവിടെ x³ ഡിവൈഡഡ് ബൈ x-, അതായത് എന്റെ ഫസ്റ്റത്തെ ടേം ഇങ്ങനെ വരാൻ പോകുന്നത് ഇന്റഗ്രൽ x³ ഡിവൈഡഡ് ബൈ x - 1. ഇതാണ് എന്റെ ഫസ്റ്റത്തെ ടേം. ഓക്കെ, എനിക്ക് ഇതിനെ തന്നെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. റൈറ്റ്. ഓക്കെ, റൈറ്റ്. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം അല്ല. സോ ഞാൻ ഇതിനെ ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തിട്ട് കാര്യമില്ല. റൈറ്റ്. ഓക്കെ, സം വരും, പക്ഷേ സമ്മിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ പാർട്സും, അതായത് ഒരു പാർട്ട് ഇതാണ്, അടുത്ത പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² ഡിവൈഡഡ് ബൈ x - 1, എനിക്ക് അതിനെ ഒന്നും ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയില്ല. സോ ഞാൻ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുക എന്ന സ്ട്രാറ്റജി എനിക്ക് മുന്നോട്ട് പുഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് തിങ്ക് ചെയ്ത് എനിക്ക് മനസ്സിലാവും. എനിക്ക് ഈ മുകളിലത്തെ ടേമിനെ, ഓക്കെ, എനിക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ? ഇന്റഗ്രൽ റൈറ്റ് x ഇൻറ്റു, അല്ല, എനിക്ക് x² x - 1, അതായത് ഞാൻ ചെയ്തത് ഈ രണ്ട് ഫാക്ടറിയിൽ നിന്ന് ഞാൻ x² കോമൺ എടുത്തു. എന്തിനാന്ന് ഇപ്പൊ മനസ്സിലാവും. ഓക്കെ, പ്ലസ് x - 1 ഡിവൈഡഡ് ബൈ x - 1. ഓക്കെ, ഇപ്പൊ മനസ്സിലാക്കണം ഞാൻ എന്തിനാ എടുത്തതെന്ന്. ബിക്കോസ് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ടേമും ക്യാൻസൽ ചെയ്യാം, ഈ ടേമും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, റൈറ്റ്. ബാക്കി എനിക്ക് കാര്യങ്ങൾ ഈസി ചെയ്യാം. സോ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ, ഓക്കെ, ഞാൻ ആ സ്റ്റെപ്പ് അങ്ങ് മുഴുവൻ എഴുതാം, ഡിവൈഡഡ് ബൈ x - 1 dx പ്ലസ്, ഓക്കെ, ഞാൻ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്തു. സോ x - 1 ഡിവൈഡഡ് ബൈ x - 1 dx. റൈറ്റ്. ഇതും കട്ട് ചെയ്ത് പോയി, ഇതും കട്ട് ചെയ്ത് പോയി. സോ നമ്മുടെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇന്റഗ്രൽ x² dx പ്ലസ് ഇന്റഗ്രൽ, റൈറ്റ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഇതും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി 1 ആണുള്ളത്. സോ 1 dx. ഓക്കെ, സോ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ x² dx. x² dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x³ ഡിവൈഡഡ് ബൈ 3 പ്ലസ് ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ x. സോ പ്ലസ് c. സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ 2x² - 3 sin x പ്ലസ് 5 √x dx. നമുക്കിത് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയണം. നോക്കാം. എനിക്ക് എഴുതാം. ഓക്കെ, ഈ കേസ് വളരെ ഈസിയാണ്. ഞാൻ ഇന്റഗ്രേഷൻ അകത്തോട്ട് കൊണ്ടുപോകാം. സോ എനിക്ക് എഴുതാം ഇന്റഗ്രൽ 2 പുറത്തു പോയി ബാക്കി x² dx മൈനസ് 3 പുറത്തു പോയി ബാക്കി ഇന്റഗ്രൽ sin x dx പ്ലസ് 5 പുറത്തു പോയി ബാക്കി ഇന്റഗ്രൽ √x dx. ഇന്റഗ്രൽ √x എനിക്ക് ഇമ്മീഡിയറ്റ്ലി x⁻½ എന്ന് എഴുതാം. റൈറ്റ്. ഓക്കെ, സോ എങ്ങനെ എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 2 x² ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x³ ഡിവൈഡഡ് ബൈ 3 മൈനസ് 3 സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ്. സോ പ്ലസ് കോസ് എക്സ് പ്ലസ് 5 x⁻½ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻1/2 പ്ലസ് 1/1/2 പ്ലസ് 1. ഇനി മനസ്സിലാക്കേണ്ട 1/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ബേസിക്കലി 3/2 ആണ്. സോ ഇത് 3/2. ഓക്കെ, റൈറ്റ്. ഇത് 2/3 ആവും. ഓക്കെ, ഡിനോമിനേറ്റർ ഒരു 3യുടെ ഫാക്ടർ വരും, ഇവിടെ ഒരു 2ന്റെ ഫാക്ടർ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവറോൾ ഇത് 10 ആവും. ഓക്കെ, സോ പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ നമ്പർ 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ sec x ടൈംസ് sec x പ്ലസ് tan x dx. ഓക്കെ, നമുക്ക് നോക്കാം.
ഇതിപ്പോ ഇറ്റ് സെൽഫ് പ്രോഡക്റ്റ് ആണ്. സോ ഞാൻ അകത്തോട്ട് കൊണ്ടുപോയാൽ എനിക്ക് സമ്മാക്കാം. നമുക്ക് നോക്കാം അകത്തോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന്. എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീക്ക് എക്സ് അകത്തോട്ട് പോകുമ്പോൾ സീക്ക് എക്സ് സ്ക്വയർ പ്ലസ് സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. ഞാൻ ഇന്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്ത് എനിക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. ഓക്കെ റൈറ്റ്. ഇനി മനസ്സിലാക്കുക ഞാനിത് എന്തിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ? ബിക്കോസ് എനിക്ക് മനസ്സിലായി ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് സീക്ക് സ്ക്വയർ എക്സും ആവും ആൻഡ് ഈ സാധനം സീക്ക് എക്സ് ടാൻ എക്സും ആവും. ഇതിന് രണ്ടിന് ഇന്റഗ്രൽ ഉണ്ട്. എനിക്ക് ഓൾറെഡി അറിയാം ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ്, അതായത് ഈ സാധനം സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടാൻ എക്സ് ആണ്. അതായത് ടാൻ എക്സ് പ്ലസ് ആൻഡ് ഈ സാധനത്തിന്റെ ഇന്റഗ്രൽ ആണ് സീക്ക് എക്സ്. കാരണം എന്തുകൊണ്ടാ? ബിക്കോസ് ഇത് ഇന്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, സീക്കിന്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് എക്സ് ടാൻ എക്സ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് എക്സ് ആയിരിക്കും. റൈറ്റ്. ഓക്കെ. സോ നമ്മൾ ആ റിലേഷൻ നമ്മൾ ഓൾറെഡി മുമ്പ് എഴുതിയിട്ടുണ്ട്. എങ്കിൽ എനിക്ക് എഴുതാം ഈ സാധനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി സീക്ക് എക്സ് ആണ്. സോ പ്ലസ് സി. ഓക്കെ റൈറ്റ്. എങ്കിൽ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15. റൈറ്റ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതാണ് ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ cosec square x dx. ഓക്കെ റൈറ്റ്. ഇവിടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ റൈറ്റ്. ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുകയാണ് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. റൈറ്റ്. എനിക്ക് എന്തായാലും എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ. ഓക്കെ റൈറ്റ്. സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 1 ബൈ കോസ് സ്ക്വയർ എക്സ് ആണ്. cosec സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 1 ബൈ സൈൻ സ്ക്വയർ എക്സ് ആണ്. റൈറ്റ്. ഓക്കെ. എങ്കിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇത് മോളിൽ പോകുമ്പോൾ എനിക്ക് എഴുതാൻ പറ്റും സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ റൈറ്റ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. സോ ഇത് ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ. നേരത്തെ നമ്മുടെ മുമ്പിൽ വന്നൊരു പ്രശ്നമായത് ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ്. നമുക്ക് ഓൾറെഡി അറിയാം ഈ റിലേഷൻഷിപ്പ്, അതായത് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഓക്കെ. എങ്കിൽ എനിക്ക് ഇതിനകത്ത് എഴുതാം ദിസ് ഇംപ്ലൈസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1. ഓക്കെ റൈറ്റ്. സോ ഞാൻ ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓക്കെ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ഡി എക്സ്. ഓക്കെ right, which is equal to integral sec square x dx minus integral 1 dx. Right? Okay. Sec squared x dx എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം sec squared x dx എന്ന് പറഞ്ഞാൽ tan x ആണ്. So tan x minus 1 dx എന്ന് പറഞ്ഞാൽ x. So plus c. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. Right. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്റഗ്രൽ 2 minus 3 sin x divided by cos square x dx. ഓക്കെ. ഇവിടെ എന്തായാലും ഡിവൈഡഡ് ബൈ ആണ്. സോ ഞാൻ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തന്നെ സം ആക്കി മാറ്റാം. നമുക്ക് നോക്കാം എന്നിട്ട് എന്താ സംഭവിക്കുമെന്ന്. എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓക്കെ 2 1 ബൈ കോസ് സ്ക്വയർ. 1 ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സീക്ക് സ്ക്വയർ ആണ്. സോ 2 സീക്ക് സ്ക്വയർ എക്സ് മൈനസ് റൈറ്റ് 3 sin x. ഓക്കെ റൈറ്റ്. sin x ബൈ ഞാൻ ഇങ്ങനെ എഴുതാണ് sin x ബൈ cos x ആൻഡ് ഡിനോമിനേറ്ററിൽ ഒരു കോസും കൂടെ ഉണ്ട്, ഞാൻ അതിനെ മുകളിൽ എഴുതുന്നു. സോ അത് sec x. ഓക്കെ റൈറ്റ്. അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ റൈറ്റ്. എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു, ഞാൻ ഇന്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. സോ എനിക്ക് എഴുതാം ഇന്റഗ്രൽ 2 sec സ്ക്വയർ എക്സ് മൈനസ് 3 ഇന്റഗ്രൽ റൈറ്റ്. എനിക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. സോ ഇത് ടാൻ എക്സ് സീക്ക് എക്സ് അല്ലെങ്കിൽ സീക്ക് എക്സ് ടാൻ എക്സ്. ഓക്കെ സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. റൈറ്റ്. ഓക്കെ. എങ്ങനെ എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 2 സീക്ക് സ്ക്വയർ എക്സ്. സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ ഇവിടെ ഡി എക്സ് ഉണ്ട്. സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ടാൻ എക്സ്. സോ ടാൻ എക്സ് മൈനസ് 3. റൈറ്റ്. ഇവിടെ നോക്കുക
സീക്ക് എക്സ് ടാൻ എക്സ്. സീക്ക് എക്സ് ടാൻ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് എക്സ്, ബിക്കോസ് സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് എക്സ് ടാൻ എക്സ്. സോ സീക്ക് എക്സ് ടാൻ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ്. സോ നമ്മൾ ഈ റിസൾട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട്. സോ സീക്ക് എക്സ് പ്ലസ് സി. റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ്. ഇനി ഒരുപാട് ഇന്റഗ്രേഷൻ ടെക്നിക്സ് ഉണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് ആക്ച്വലി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി ചെയ്യും. ഓക്കെ, റൈറ്റ്. ഇനി വരുന്ന വീഡിയോസിനകത്ത് നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞ് വേറെ മെത്തേഡ്സ് ഉണ്ട്. ഇന്റഗ്രേഷൻ ബൈ പാർട്സിനെ പറ്റി നമുക്ക് സംസാരിക്കണം, പാർഷ്യൽ ഫ്രാക്ഷൻസിനെ പറ്റി സംസാരിക്കണം. സോ അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. സോ അത്തരം ഇന്റഗ്രൽസ് ഒക്കെ നമുക്ക് ഇനി മുന്നോട്ട് നമുക്ക് കാണാം.